Hey guys, so welcome back to another new video of SR Vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എപ്പോഴും ഇതുപോലെയൊന്നുമല്ല, എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു 5:50 ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെയൊക്കെ എണീക്കുന്നതും ഒരു രാവിലെയൊക്കെ കാണുന്നത് തന്നെ ഇപ്പോഴൊക്കെയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ എണീച്ചു. എന്നിട്ട് പിന്നെ ഒരു 6 മണി 6:10 ആകുമ്പോഴേക്കും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ച് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷിൽ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോമാണ് ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായത്. പഠിക്കലെന്നല്ല, അതായത് ജസ്റ്റ് ഒന്ന് സംഭവം എന്താണെന്ന് വായിക്കലും പിന്നെ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കലും അങ്ങനെയൊക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ബൈ ഹാർട്ട് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സമ്മറീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട, പക്ഷെങ്കിൽ നമുക്ക് എന്താ സംഭവം എന്നുള്ള കാര്യവും ധാരണയൊക്കെ വേണം. അപ്പോൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മൾ ഇംഗ്ലീഷൊക്കെ സമ്മറിയൊക്കെ ബൈ ഹാർട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുന്നതായിരിക്കും. സോ അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് കുറച്ച് നേരം ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വായിക്കലും അതുപോലെ തന്നെ ആ ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ നല്ല ചൂട് ചായ ഇട്ട് കൊണ്ട് തന്നു. പതിവില്ലാണ്ട് ഞാനെല്ലാം നേരത്തെ എണീച്ചുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തണുപ്പേന് പുറത്ത്. അപ്പോൾ പിന്നെ ആ ഒരു ചൂട് ചായയെല്ലാം കുടിച്ചിട്ട് നല്ലപോലെ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കി. അങ്ങനെ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ സെറ്റാക്കി. പിന്നെ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ആസ്വദിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ കുളിയും ജപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഇഡ്ഡലിയും സാമ്പാറും നല്ല തക്കാളി ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് പിന്നെ ഒരു 8:30 ആയപ്പോൾ ഞാൻ വീണ്ടും ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇംഗ്ലീഷിലാണെങ്കിൽ 2 പോയിന്റ് കൂടെ ബാക്കിയുണ്ടായിരുന്നു എനിക്ക് അപ്രിസിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ബൈ ഹാർട്ട് അല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു പോയത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും. പിന്നെ പോയിറ്റിക് ഡിവൈസസ് അങ്ങനെയൊക്കെയാണ് ഞാൻ അപ്രിസിയേഷൻ പഠിക്കാറ്. അപ്പോൾ അങ്ങനെ അത് നോക്കി, ആ ഒരു 2 പോയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. എന്നിട്ട് പിന്നെ ബാക്കി കുറേ സമ്മറിയും അതുപോലെ തന്നെ കുറേ ചാപ്റ്റേഴ്സൊക്കെ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ കുറേ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഗൂസ്ബെറീസ്, സൈബർ സ്പേസ് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു 1 ഷോട്ട് ഈ 15 മിനിറ്റ്സിൽ ഗൂസ്ബെറീസിൻ്റെ സമ്മറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ചാപ്റ്റേഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഒരുവിധം എന്തൊക്കെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തുടക്കത്തിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട് ഇനി, അതായത് സറാങ്ക ഫ്രെനാഗഞ്ചി, അതുപോലെ തന്നെ ട്രിപ്പ് ഓഫ് ലഹോള, പിന്നെ അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഇനി പെൻഡിങ് ആണ്. അപ്പോൾ പിന്നെ അത് ഞാൻ വിചാരിച്ച് മോഡൽ എക്സാമിൻ്റെ ആ ഒരു ടൈം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് നല്ല സാമ്പാറും അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൂടെ കഴിച്ചു. എന്നിട്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് അമ്മ നല്ല പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കുടിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇരുന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു അവൽ നനച്ചതൊക്കെ വെച്ചിട്ട് ഞാനൊരു സ്റ്റഡി വിത്ത് മീ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസിനസ്സിൻ്റെ ഒരു 15 മിനിറ്റ്സ്. എന്നിട്ട് പിന്നെ വേറെ പഠിത്തമൊന്നും നടന്നില്ല, ആ ഒരു 15 മിനിറ്റ്സ് പഠിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 15 മിനിറ്റ്സ് വൃത്തിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ഇന്ന് കുറച്ച് മോട്ടിവേഷൻ കയറി വന്നുകൊണ്ട് കുറച്ച് നേരത്തെയൊക്കെ എണീച്ച് കുറച്ച് എന്തൊക്കെയോ പഠിച്ചു. ഇടയ്ക്കിടെ ഞാൻ ഭയങ്കര അൺപ്രൊഡക്റ്റീവായിട്ടും ലേസി ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുമ്പോൾ മാത്രമേ കുറച്ച് ബിസിനസ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് എഴുതലുണ്ടായിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റും ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് പരിപാടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബിസിനസ്സിൻ്റെ നോട്ട്സ് ആണെങ്കിലും ഇല്ല ഒന്നിൻ്റെ അങ്ങനെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും എഴുതാറില്ല. കുറച്ച് ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബേസിക്കലി ആയുമേ മടിച്ച്, അപ്പം എനിക്ക് ഭയങ്കര എഴുതാൻ മടിയാണ്. ഞാൻ ജസ്റ്റ് എല്ലാം വായിച്ച് പഠിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഷോർട്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്യാത്തത്. ഇനി ഞാൻ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതെന്തായാലും ചെയ്തേക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു സബ്സ്ക്രൈബ് അല്ലേ, അതങ്ങ് ചെയ്തേക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റിൽ പറയാം. പിന്നെ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ ലവ് യു ആൻഡ് ബൈ ബൈ.